ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു വെജിറ്റബിൾ കട്ട്ലറ്റ് ഉണ്ടാക്കാം. വെജിറ്റബിൾ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: 2 വലിയ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തത്, 2 വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, 1 കപ്പ് ഫ്രോസൺ പീസ്, 3 വലിയ സവാള ഇതേപോലെ ചോപ്പ് ചെയ്തത്, 4 ടീസ്പൂൺ ഇഞ്ചി, ഗ്രീൻ ചില്ലി, പിന്നെ കുരുമുളക് പൊടിയും ഗരം മസാലയും, 2 ടീസ്പൂൺ കോൺഫ്ലവർ, 4 ടീസ്പൂൺ ഓൾ പർപ്പസ് ഫ്ലവർ, പിന്നെ 1 പ്ലേറ്റ് നിറച്ച് ബ്രെഡ് ക്രംസ്. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. നമുക്ക് 4 വലിയ ഉരുളക്കിഴങ്ങും വേണം, ഇതേപോലെ ബോയിൽ ചെയ്ത് മാഷ് ചെയ്തത്. ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ നമുക്കതിലോട്ട് സവാള ഇട്ട് വഴറ്റാം. സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലോട്ട് നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും ഇട്ട് വഴറ്റിയതിന് ശേഷം ഒരു ഹാൻഡ്ഫുൾ കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചോപ്പ് ചെയ്തത് അതും ചേർക്കാം. ഇത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഗ്രേറ്റ് ചെയ്ത ബീറ്റ്റൂട്ട് ചേർക്കാം. ഒന്ന് സോട്ടേ ചെയ്തിട്ട് നമുക്ക് ക്യാരറ്റ് ആഡ് ചെയ്യാം. ക്യാരറ്റും വഴറ്റി കഴിയുമ്പോൾ നമുക്ക് ഗ്രീൻ പീസ് ചേർക്കാം. അത് കഴിഞ്ഞ് മസാലപ്പൊടികൾ. ഇനി നമുക്ക് മാഷ് ചെയ്ത് വെച്ച് ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഇതെല്ലാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ മിക്സ്ചർ ഒരു പാത്രത്തിലോട്ട് മാറ്റി തണുക്കാനായിട്ട് വെക്കാം. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതിനെടുത്ത് ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ഷേപ്പും സൈസും അനുസരിച്ച് നമുക്ക് കട്ട്ലറ്റ് രൂപത്തിൽ ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വെജിറ്റേറിയൻ ഓപ്ഷന് വേണ്ടിയിട്ട് നമ്മളെടുത്ത് വെച്ച കോൺഫ്ലവറും മൈദ മാവും കൂടെ നമുക്ക് 4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഒരു പേസ്റ്റ് ആക്കാം. എന്നിട്ട് നമുക്ക് ഓരോ കട്ട്ലറ്റ് എടുത്ത് ഈ പേസ്റ്റിലോട്ട് കോട്ട് ചെയ്ത് അത് കഴിഞ്ഞ് ബ്രെഡ് ക്രംസിലോട്ട് വെച്ച് ബ്രെഡ് ക്രംസും കോട്ട് ചെയ്തെടുക്കാം. നല്ല സൂക്ഷിച്ച് വേണം ഈ കട്ട്ലറ്റ് ഈ സമയത്ത് ഹാൻഡിൽ ചെയ്യാൻ. ഇനി നമുക്കൊരു നോൺ വെജിറ്റേറിയൻ ഓപ്ഷൻ കൂടെ നോക്കാം. നമുക്ക് 4 മുട്ട എടുത്ത് ഇതേപോലെ അടിച്ചെടുക്കുക. അതൊരു പ്ലേറ്റിൽ ഒഴിക്കുക. ഇനി നമുക്ക് കട്ട്ലറ്റ് ഓരോന്നായിട്ടെടുത്ത് മുട്ടയിൽ കോട്ട് ചെയ്തെടുക്കാം. വീണ്ടും ബ്രെഡ് ക്രംസിലോട്ട് കോട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഇപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് അടുത്ത ദിവസം എടുക്കാം, അല്ലെങ്കിൽ ഫ്രീസറിൽ വേണമെങ്കിലും
നമുക്ക് വെച്ചിട്ട് പിന്നെ ആവശ്യത്തിന് എടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. ഓരോ കട്ട്ലറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. നല്ല സ്വാദിഷ്ടമായ വെജിറ്റബിൾ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്.